ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ബൊലാരി വ്യോമതാവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അവോക്സ് വിമാനം തകർന്നുവെന്ന് പാകിസ്ഥാൻ വ്യോമസേന മുൻ മേധാവിയുടെ വെളിപ്പെടുത്തൽ വരികയാണ്. ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനവും ഘടിപ്പിച്ച വിമാനമാണ് അവോക്സ്. പാക് വ്യോമസേന മേധാവിയായിരുന്ന റിട്ടയർഡ് എയർ മാർഷൽ മസൂദ് അക്തറാണ് ഒരു അഭിമുഖത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. കറാച്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബൊലാരി വ്യോമതാവളത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളും ഇക്കാര്യം അടിവരയിടുന്നു. ഇന്ത്യൻ സേന തുടർച്ചയായി 4 ബ്രാഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചു. പാകിസ്ഥാൻ പൈലറ്റുമാർ അവരുടെ വിമാനങ്ങൾ സുരക്ഷിതമാക്കാൻ പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ മിസൈലുകൾ വന്നുകൊണ്ടേയിരുന്നു. നിർഭാഗ്യവശാൽ 4ാമത്തേത് അവോക്സ് നിലയുറപ്പിച്ചിരുന്ന ഹാങ്ങറിലാണ് പതിച്ചത്. അത് തകർന്നു. ആളപായവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ഒരു അഭിമുഖത്തിൽ മസൂദ് അക്തർ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയിൽ പാകിസ്ഥാന്റെ അവോക്സ് ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇതൊരു തത്സമയ നിരീക്ഷണം, മുന്നറിയിപ്പ്, കമാൻഡ് ആൻഡ് കൺട്രോൾ കഴിവുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന വിമാനമാണ്. യുദ്ധവിമാനങ്ങൾ നയിക്കുന്നതിനും വലിയ പ്രദേശങ്ങളിൽ വ്യോമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവോക്സ് നിർണായകമാണ്. ഇന്ത്യൻ ആക്രമണങ്ങൾ കാരണമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി നിരന്തരം കുറച്ചു കാണുകയും സൈനിക ആസ്തികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് വാദിക്കുന്ന പാകിസ്ഥാന് വിരമിച്ച എയർ മാർഷൽ അക്തറിന്റെ സ്ഥിരീകരണം നാണക്കേടുണ്ടാക്കുന്നു. കുറഞ്ഞത് 4 പ്രധാന പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിലെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അക്തർ പ്രത്യേകം പരാമർശിച്ച കറാച്ചിക്ക് സമീപമുള്ള ബൊലാരി വ്യോമതാവളം ഇന്ത്യൻ സൈനിക ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. ബൊലാരിയിലേത് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യോമതാവളമാണ്. 2017 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാകിസ്ഥാന്റെ ഈ ഒരു ആധുനിക വ്യോമതാവളത്തിൽ 2020-ൽ ചൈനയുമായി ചേർന്ന് ഷഹീൻ 9 എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനവും നടത്തിയിട്ടുണ്ട്. മെയ് 10-നാണ് ബൊലാരി ഉൾപ്പെടെ പാകിസ്ഥാന്റെ 11 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ നിരവധി സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന ഇന്ത്യയുടെ അവകാശവാദങ്ങളെ ശരിവയ്ക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ സമീപകാല റിപ്പോർട്ടിൽ മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നിരവധി നിർണായക സൈനിക ഇൻസ്റ്റലേഷനുകൾക്കും ദൃശ്യമായ നാശനഷ്ടങ്ങൾ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. മെയ് 9-10 രാത്രിയിൽ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളിൽ ബൊലാരിക്ക് പുറമെ നൂർഖാൻ, സർഗോധ, റഹീം യാർ ഖാൻ എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.